ധീമഹി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 168ാമത്തെ നാമം ആയ നിഷ്ക്രോധ എന്ന് പറയുന്ന നാമമാണ് എടുക്കുന്നത്. ഓം നിഷ്ക്രോധായ നമഃ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മന്ത്രരൂപത്തിൽ ഉച്ചരിക്കാം. നിഷ്ക്രോധ എന്ന് പറഞ്ഞാൽ ക്രോധമില്ലാത്തവൾ. അതാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? കാമത്തിൽ നിന്നാണ് ക്രോധം വരുന്നത്. കാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്ന അർത്ഥമാണ്, ഡീപ്പ് അറ്റാച്ച്മെന്റ്. സ്ത്രീയോടോ പുരുഷനോടോ വസ്തുക്കളോടോ സ്ഥലങ്ങളോടോ സംഭവങ്ങളോടോ പ്രതിഭാസങ്ങളോടോ എന്തിനോടുമുള്ള ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഒബ്സഷനാണ് കാമം എന്ന് പറയുന്നത്. നമ്മളതിനെ ആഗ്രഹിക്കും, അതിശക്തമായിട്ട് ആഗ്രഹിക്കും. ഒരു പ്രതിബന്ധവും കൂടാതെ നമുക്ക് ആ കാര്യങ്ങൾ ലഭ്യമാകണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആശിക്കുന്നു. ചിലപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, മന്ത്രങ്ങളൊക്കെ ഉരുവിടും, എന്തെല്ലാം ചെയ്യും. So just to get what you actually desire, you may be doing upasanas, you may be resorting to unholy or then unfair means. അപ്പം അത് നടന്നില്ലെങ്കിലാണ് നമുക്ക് അടുത്ത സ്റ്റേജ് ക്രോധം ഉണ്ടാകുന്നത്. നമ്മുടെ താല്പര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ക്രോധം ഉണ്ടാകും. അതുകൊണ്ടാണ് കാമമാണ് ക്രോധത്തിന്റെ പെറ്റമ്മ എന്ന് പറയുന്നത്. ഒറ്റമ്മയല്ല, പെറ്റമ്മ. അപ്പോൾ ഈ കാമം നമ്മൾ അടക്കി കഴിഞ്ഞാൽ, കാമത്തിനെ നമ്മൾ നിരാകരിച്ചാൽ ക്രോധവും ഇല്ല. അതാണ് ദേവിക്ക് ക്രോധമില്ല എന്ന് പറയുന്നത്. ദേവിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല. ഷീ ഡസ് നോട്ട് നോൺ എനിത്തിങ്. കാരണം എല്ലാം അമ്മയുടെ കീഴിൽ തന്നെയാണ്. അമ്മയുടെ കീഴിൽ അല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചങ്ങളിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം കിട്ടണം എന്നുള്ള നിരന്തരമായിട്ടുള്ള നിസ്തന്തരമായ ഒരു തോന്നൽ അമ്മയ്ക്ക് ഇല്ലാതെ ആവശ്യമില്ല. ബിക്കോസ് everything belongs to her, everything comes under her, and everything comes under her commands. അതാണ്. അപ്പം അങ്ങനെയുള്ള അപാരമായിട്ടുള്ള ശക്തിയുള്ള ആളാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് കാമമില്ല, അതുകൊണ്ട് തന്നെ ക്രോധവും ഇല്ല. ഇനി ക്രോധം എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് ഹിംസാത്മകമാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വൈകാരികമായിട്ടോ ശല്യപ്പെടുത്തുക, ഹിംസ ചെയ്യുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഹിംസ എന്നുള്ളത് മാറ്റിവെച്ച് അഹിംസയിൽ നമ്മൾ ശ്രദ്ധിച്ച്, അഹിംസ പരമമായ ധർമ്മം അഹിംസ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു മാനസിക സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മാനസിക സംസ്കാരത്തിൻ്റെ അന്തഃസത്ത അല്ലെങ്കിൽ കേന്ദ്രബിന്ദു എന്നൊക്കെ ഒരു പക്ഷെ നമുക്ക് ക്രോധമില്ലായ്മയെ വിളിക്കാവുന്നതാണ്. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനമിഹ വൈരിണം എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാമവും ക്രോധവും ഒക്കെ രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അത്? കാമവും ക്രോധവും രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ് ഈ ക്രോധമെന്ന് പറയുന്നത്. മഹാപാപങ്ങൾക്ക് അതല്ലെങ്കിൽ മഹാപാപങ്ങൾ ചെയ്യാൻ പ്രേരണ കൊടുക്കുന്നതാണ്. ഇതൊരു വലിയ ശത്രുവാണ്. എന്ത് വിഴുങ്ങിയാലും അതിന് തൃപ്തിയാവത്തില്ല. ഈ ക്രോധം എന്ന് പറയുന്നത് മഹാശത്രുവാണ്. ഒരു വലിയൊരു ആന്റഗോണിസ്റ്റാണ്, ഒരു വലിയൊരു എനിമിയാണ്. ബിക്കോസ് ഇറ്റ് വിൽ പ്രോബ്ലി persuade you or incite you to do things which you would normally would not want to do. അതാണ് അങ്ങനെയുള്ള ഈ ശത്രു. അതായത് നമ്മളെ നിരന്തരമായിട്ട് ദുഷിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഹിംസാത്മകമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വസ്തുത, അല്ലെങ്കിൽ ഈ പ്രത്യേക തരത്തിലുള്ള ക്രോധം എന്ന് പറയുന്ന ഈ പ്രതിഭാസം. അപ്പൊ അതിനെ നമുക്ക് അത് നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. തപസ്സും യജ്ഞവും ജപവും ധ്യാനവും എല്ലാം തന്നെ ഈ ക്രോധത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തപോ യജ്ഞ ജപോ ധ്യാന എല്ലാം എവറിത്തിങ് യു ഷുഡ് ഡു ടു അവോയ്ഡ് ഓർ അവോയ്ഡ് ദിസ് ഡിസാസ്ട്രസ് എലിമെന്റ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്രോധം ഇല്ലാത്തവളാണ് ദേവി എന്നർത്ഥം. ഒരു ക്രോധവുമില്ല. കാരണം കാമം എന്ന് പറയുന്നത് നിശേഷമില്ല. കാമമാണ് ക്രോധത്തിന്റെ പെറ്റമ്മ നേരത്തെ പറഞ്ഞത്. കാമം എന്ന് പറയുന്നത് അശേഷമില്ലാത്തതോട് ക്രോധവും അശേഷമില്ല. അപ്പോൾ പ്യുവറാണ്, അൺടച്ച്ഡ് ബൈ എനി ആംഗർ മേ ബി എനി പീവിഷ്നസ്, ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ദുഷിച്ച വികാരങ്ങളും അമ്മയ്ക്കില്ല. അമ്മ നിഷ്ക്രോധയാണ് എന്നർത്ഥം. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ 168ാമത്തെ ഈ നിഷ്ക്രോധ എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം പ്രവൃത്തി നിർത്തി ഈ
എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 169 170 നാമങ്ങൾ ഒരുമിച്ചെടുക്കാം. കാരണം ക്രോധശമനി എന്ന് പറയുന്ന നാമം എല്ലാവർക്കും താരതമ്യേന സുപരിചിതമാണ്. അത് എല്ലാവർക്കും ദേവി ആത്മീയവും ദേവി ഭാഗവതവും ഒക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ദേവി ചരിതം വായിച്ചിട്ടുള്ളവർക്ക്. ഇപ്പൊ ക്രോധശമനി 169 170 നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ചാണ് അർത്ഥം പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം.